നമസ്കാരം. പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് ട്വിസ്റ്റുകളൊക്കെ നിറഞ്ഞ എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ അനഘയെക്കുറിച്ചിട്ടൊരു പ്രധാനപ്പെട്ട വിവരം ആദർശും നയനിയും അറിയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അനഘ പുരോഗതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അനഘയ്ക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി കാണുന്നൊക്കെയുണ്ട്. അതേസമയം ദേവയാനി അറിയുന്നുണ്ട് നവ്യ ആരെയോ വിളിച്ച് ഈ സരോവര ഹോസ്പിറ്റലിൽ പോയി അവളുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ദേവയാനിക്ക് സംശയം തോന്നുന്നുണ്ട്, നവ്യ വിളിക്കുന്നത് ഇനി അനഘയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ, അതുകൊണ്ടായിരിക്കുമോ, ഇനി അനഘയെ അപായപ്പെടുത്താനായിരിക്കുമോ എന്നൊക്കെ ഉള്ള കാര്യം തോന്നുക. അത് ആദർശിനെയും നയനയോട് സൂചിപ്പിക്കുന്നുണ്ട്. അവർ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നയന ആദർശം ഞെട്ടിപ്പോവാണ്. നമ്മുടെ അനഘയ്ക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, അനഘ പിടിച്ച് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഡോക്ടർ പറയുന്നുണ്ട് നല്ല മാറ്റമുണ്ട്, ഇനിയിപ്പോൾ സംസാരിക്കാനൊക്കെ തുടങ്ങുമെന്ന് പറയുകയാണ്. അതേസമയം ഡോക്ടർ പറയുന്നുണ്ട് ഏതോ ഒരു പെൺകുട്ടി ഇവിടെ ഇടയ്ക്ക് റൂമിൽ വന്ന് കയറുന്നുണ്ട്, CCTV-യിൽ ആ കുട്ടിയുടെ ദൃശ്യങ്ങളുണ്ട്, ആരാന്നറിയില്ല, അനഘയ്ക്ക് നല്ല സുരക്ഷയൊക്കെ കൊടുക്കുന്നതാണ്, ഞങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചിരുന്നെന്ന് പറഞ്ഞ് ആ പിക്ചർ ആദർശിൻ്റെ കൈ കൊടുക്കുകയും ആദർശ് അത് സേവിയറിൻ്റെ അടുത്ത് കൊണ്ട് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഈ നമ്പറും നവ്യ വിളിച്ച നമ്പറും ഈ പെൺകുട്ടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോയെന്നും ആരായിരിക്കും ഈ പെൺകുട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണമെന്ന്. അങ്ങനെ അവർ കണ്ടെത്തുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ നവ്യ പോയി അനഘയെ കണ്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ആദർശും നയനയും സത്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ആദർശും നയനയും ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊണ്ടുവന്ന് സേവിയറിൻ്റെ കൊടുക്കുന്നുണ്ട്. ആദർശിന് നയനയ്ക്ക് നല്ല ഡൗട്ടുണ്ട് കേട്ടോ, ഇത് ആരായിരിക്കും ആ പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെല്ലുന്നത്. അതുപോലെ തന്നെ നവ്യ വിളിച്ച് പറഞ്ഞ കാര്യത്തിനുമുണ്ട്. ഇനിയിപ്പം അബിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ദുഷ്പ്രവൃത്തി ചെയ്യാനോ അബിക്ക് വേണ്ടിയിട്ട് അനഘയെ അപായപ്പെടുത്താനോ നവ്യ ശ്രമിക്കുകയാണോ എന്നുള്ള സംശയമുണ്ട്. അപ്പം നയനയും പറയുന്നുണ്ട് ചേച്ചിയുടെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല, ചേച്ചി എന്താ ചെയ്യുന്നതെന്ന്. ഇനി അനഘയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് അനഘയെ ഇല്ലായ്മ ചെയ്യാൻ ചേച്ചി കൂടി അബിക്ക് സപ്പോർട്ട് ചെയ്യുമോയെന്നും അറിയില്ല. അതുപോലെയാണ് ചേച്ചിയുടെ കാര്യം എന്ന് പറയാം. അപ്പോൾ ആദർശം പറയുന്നുണ്ട് നവ്യയെ ഒന്നും കൊണ്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അവൾ ചിലപ്പം അബിയുമായിട്ട് സപ്പോർട്ട് ചെയ്ത് അനഘയെ ഇല്ലായ്മ ചെയ്യാനോ അനഘയുടെ അവസ്ഥ മോശമാക്കാനോ ഒക്കെ ശ്രമിക്കും. ഇനി അവരെങ്ങനെയെങ്കിലും അന്വേഷിച്ച് ഇതൊക്കെ കണ്ടെത്തിയിട്ടുണ്ടാവുമോ എന്നറിയില്ല. അല്ല പിന്നെ നവ്യ അനഘയെ വിളിക്കേണ്ട കാര്യമില്ല, അനഘയെക്കുറിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും നവ്യയ്ക്ക് അറിയില്ല, നവ്യയ്ക്ക് അറിയിച്ചിട്ടുമില്ല കേട്ടോ. അങ്ങനെയുള്ളപ്പം അബി ഇനി എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടായിരിക്കുമോ, ചന്തുമോളുടെ അച്ഛൻ അവനാണെന്നുള്ള വിവരം അറിഞ്ഞിട്ടുണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ സംശയം തോന്നുവാണ് ഇവർക്ക്. അതേസമയം നയന പറയുന്നുണ്ട് അത് നമ്മൾ സേവിയറിനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ഈ ഡീറ്റെയിൽസൊക്കെ, ആ പെൺകുട്ടിയെ തിരിച്ചറിയാൻ പറ്റിയാൽ, അതുപോലെ തന്നെ നവ്യേച്ചി ആരെയാണ് വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്നുകൂടെ അറിയാൻ പറ്റിയാൽ ചിലപ്പോൾ നമുക്കിത് കണ്ടെത്താൻ പറ്റുമായിരിക്കും എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അത് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പറ്റും, ഒരുപാട് താമസമൊന്നുമില്ലാതെ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും എന്ന് പറയുമ്പം നയന പിന്നെയും ചോദിക്കുന്നുണ്ട് ഇനി നവ്യേച്ചി സത്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുമോ, ഇനി പറയാത്തതാണോ, അബിയാണ് അനഘയുടെ കുഞ്ഞ് എന്നുള്ള അബിയുടെ കുഞ്ഞാണ് അനഘ എന്നുള്ള വിവരം നവ്യേച്ചി അറിഞ്ഞിട്ടുണ്ടാവുമോ. അന്ന് അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നവ്യേച്ചി അതൊന്നും വിശ്വസിച്ചിട്ടില്ലായിരുന്നു, പക്ഷേ ഇനി എങ്ങാനും അറിഞ്ഞിട്ടുണ്ടാവുമോ എന്ന് ചോദിക്കാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും അവൾ അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പം ആനന്ദപുരി തറവാട്ടിലൊരു ഭൂകമ്പം തന്നെ ഉണ്ടായേനെ. നവ്യ മിണ്ടാതിരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ, ഒരിക്കലുമില്ല, അവൾ ആ വിവരം അറിഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ തന്നെ അബിയോട് ചോദിക്കുകയും വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്തേനെ, അവൾ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തേനെ, നമ്മൾ അതുകൊണ്ടല്ലേ ഈ കാര്യങ്ങളൊന്നും പറയാതിരുന്നേന്ന് പറയണം. എന്തായാലും നമുക്കറിയാം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഇരിക്കുക. അതേസമയം നവ്യയാണെങ്കിൽ നവ്യയുടെ ഫ്രണ്ട് തന്നെ പോയി കാണുന്നുണ്ട്. സരോവരം ഹോസ്പിറ്റലിൽ പോയി അനഘയെ കണ്ട പെൺകുട്ടിയെ പോയി കണ്ടിട്ട് അവളോട് സംസാരിക്കുന്നുണ്ട്. നീ ചെന്ന് കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അനഘ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നുണ്ട് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ട്, നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്, വലിയ താമസമില്ലാതെ തന്നെ നല്ല രീതിയിൽ ഒക്കെ ആവും, സംസാരിക്കാനും ഒക്കെ തുടങ്ങുമെന്ന് പറയാം. അപ്പം നവ്യ പറയുന്നുണ്ട് അതെ എനിക്ക് അവൾ സംസാരിക്കണം, അവളുടെ വായിൽ നിന്ന് തന്നെ എനിക്ക് സത്യങ്ങൾ അറിയണം, അബി ചതിച്ചല്ലേ അവളെ ഇങ്ങനെ ആക്കിയത്, അതിലൊന്നും എനിക്ക് തർക്കമില്ല, ചന്തു മോൾ അബിയുടെ കുഞ്ഞാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ അനഘയുടെ ഈ അവസ്ഥയിൽ അനഘ സത്യങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ വന്ന് നേരിട്ട് പറയണം, അതിനവൾ സംസാരിക്കണം. ആദർശേട്ടനും നയനിയും ഒക്കെ ഇതിൻ്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചു, ഇനിയിപ്പം അവരിങ്ങനെയൊന്നും അനുഭവിക്കാൻ ഇടവരരുത്, അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പം അവൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നുള്ള കാര്യം അബി അറിഞ്ഞു കഴിഞ്ഞാൽ അവന് ടെൻഷനാവും, എങ്ങനെയെങ്കിലും അനഘയെ അപായപ്പെടുത്താനേ അവൻ നോക്കുകയുള്ളൂ, അങ്ങനെ ഉണ്ടാവരുത് എന്ന് പറയുക.
അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, ശരിയാ, ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് കയറുന്നത് ഇടയ്ക്ക് റിസ്ക്കാണ്. ഞാനിപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് പോയി കാണുകയും അനഘയോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്ക് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്, പക്ഷെ തിരിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും നവ്യ ചോദിക്കുന്നുണ്ട്, എന്ത് കാര്യങ്ങൾ പറഞ്ഞു? ഞാൻ പറഞ്ഞ പോലെല്ലാം പറഞ്ഞില്ലെന്ന് ചോദിക്കുക. പിന്നെ അങ്ങനെ തന്നെ പറഞ്ഞു, എല്ലാ സത്യങ്ങളും നവ്യ അറിഞ്ഞു എന്നും ചന്തുമോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള കാര്യവും നവ്യ അറിഞ്ഞു. ആദർശിൻ്റെ തലയിൽ നിന്ന് ആ ഭാരങ്ങളൊക്കെ പോയി എന്നുള്ള കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നല്ല സന്തോഷമായിട്ടുണ്ട് അനഘയ്ക്ക്. അനഘ നല്ല രീതിയിൽ അത് ചിരിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്തു എന്ന് പറയുക. അപ്പം നവ്യ പറയുക, അത് തന്നെയാണ് എനിക്ക് വേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് പല പ്രാവശ്യമായിട്ട് സത്യങ്ങളെല്ലാം അറിയിക്കാനും കൂടുതൽ ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ട് മനസ്സിനെ പ്രാപ്തമാക്കാനും വേണ്ടി പറഞ്ഞു വിട്ടതാണെന്ന് പറയാം. ആ കുട്ടിക്ക് നല്ല സന്തോഷമുണ്ട്, പക്ഷേ എനിക്ക് ഒരുപാട് സമയം അവിടെ നിന്ന് ആ കുട്ടിയോട് സംസാരിക്കാൻ പറ്റുന്നില്ല. 2-3 പ്രാവശ്യവും ഞാൻ ഇതുപോലെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റേതായ മാറ്റം അനഘയുടെ ശരീരത്തിലും മനസ്സിലും ഒക്കെ കാണാനുണ്ട്. ചന്തുമോളാണേലും അവിടെ അനഘയുടെ അടുത്തുണ്ട്. നല്ല ഹാപ്പിയാണ് കുട്ടി. അമ്മയുടെ അടുത്തുള്ള അമ്മ നടക്കാൻ തുടങ്ങിയെന്നുള്ള അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് നല്ല സന്തോഷമാണെന്ന് പറയാം. അപ്പോഴേക്കും നവ്യ പറയാം, ശരിയാ, ആ കുട്ടിയും സന്തോഷിക്കണം. കാരണം ഞാൻ അവളെ ഒരുപാട് ഉപദ്രവിച്ചതാ, ഒരുപാട് തെറ്റിദ്ധരിച്ചതാ. അബിക്ക് വേണ്ടിയിട്ട് ഞാൻ അവളെ ഒരുപാട് കുറ്റപ്പെടുത്തി. ആ കുഞ്ഞു മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും. അതിനൊക്കെ എനിക്ക് പരിഹാരം ചെയ്യണം. അവളുടെ അമ്മയെ അവൾക്ക് തിരിച്ചു കൊടുക്കണം. അബി എന്ന ദുഷ്ടൻ്റെ ചതിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണം. അനഘയ്ക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന് പറയാം. അപ്പോൾ ആ ഫ്രണ്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അനഘയ്ക്ക് എന്ത് സംഭവിക്കാൻ? സരോവരം ഹോസ്പിറ്റലിൽ നല്ല ചികിത്സയാണ് കിട്ടുന്നത്. പ്രത്യേക രീതിയിലുള്ള തെറാപ്പിയാണ് അനഘയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ മുത്തശ്ശൻ തന്നെയല്ല ഏർപ്പാടാക്കിയിരിക്കുന്നത്. പോരാത്തതിന് ആദർശും നയനിയും ഒക്കെ ഇടയ്ക്ക് ചെല്ലുന്നുണ്ട്. ചന്തുമോളെ കാണാനും അനഘയെ കാണാനും ഒക്കെ ആയിട്ട് ചെല്ലുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ ഇത്രയും നല്ല സുരക്ഷിതത്വം കൂടി അനഘയ്ക്ക് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഫുൾ CCTV ക്യാമറയും മറ്റുമൊക്കെ വച്ചാണ് അനഘയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ മുത്തശ്ശൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയാണ്. അപ്പം നവ്യ പറയാം, നീ CCTVയിലൊക്കെ പെട്ട് കാണുമല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും പെട്ട് കാണും, എന്തെങ്കിലും ആകട്ടെ, അവരെന്നെ കണ്ടെത്തുന്നെങ്കിൽ കണ്ടെത്തട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ റൂമിൽ ചെന്നപ്പം ആ ഡോക്ടർ സംശയത്തോടു കൂടി വന്ന് എന്നോട് ചോദിക്കുകയുണ്ടായി, എന്താ ഇവിടെ, എന്തിനാ വന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് റൂം മാറി കയറിയതാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അതിനു മുമ്പേ സൂചനകളൊക്കെ അനഘയ്ക്ക് കൊടുത്തിരുന്നു എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അപ്പോൾ അനഘ ഏകദേശം കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലേ, അവളെ സംരക്ഷിക്കാൻ ആളുണ്ടെന്നും അബിയുടെ ചതിയെക്കുറിച്ചിട്ട് ഞാൻ അറിഞ്ഞു എന്നും ഒക്കെ ഉള്ള കാര്യം. അപ്പോൾ ഫ്രണ്ട് പറയാണ്, ശരിയാ, അവൾ അറിഞ്ഞു, അതിൻ്റേതായ മാറ്റം അവളുടെ മനസ്സിലുണ്ട്. ഇത്രയും നാളും അവൾക്കൊരു വിഷമമായിരുന്നു. ആദർശേൻ്റെ തലയിലാണല്ലോ ചന്തുമോളുടെ പിതൃത്വം വെച്ച് കെട്ടിയിരിക്കുന്നതെന്നും എല്ലാവരും ആദർശേനെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഇപ്പോൾ അതൊക്കെ മാറിയത് കാരണം അനഘയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറയാം. അപ്പം നവി പറയുന്നുണ്ട്, അങ്ങനെ തന്നെ വേണം, ഞാൻ പോയി കാണും അവളെ ഒരു ദിവസം സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പാണെങ്കിൽ പോലും ഞാൻ പോയി കണ്ട് എല്ലാ കാര്യങ്ങളും നേരിട്ട് സംസാരിക്കുമെന്ന് പറയുകയാണ്. അപ്പം ശരി, എല്ലാം നല്ലതായിട്ട് വരുമെന്ന് അവർ പറയാം. അങ്ങനെ ഇതിപ്പോൾ ആദർശും നയനയും ഒന്നും ഈ കാര്യത്തിൽ സംശയമുണ്ടെന്നുള്ള കാര്യം അവരറിയുന്നില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇത് പ്ലാൻ ചെയ്യുകയും അനഘയുടെ കാര്യങ്ങളിലെല്ലാം നല്ല ശ്രദ്ധ കൊടുക്കുന്നത് നവിയാണ്. നവിയുടെ ആ ഒരു ശ്രദ്ധയുടെയും കെയറിൻ്റെയും ഒക്കെ ഫലമായിട്ട് അനഘയ്ക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി വന്നത്. അത് ആദർശൊന്നും അറിയുന്നുമില്ലല്ലോ. അങ്ങനെ അവർ സേവിയറിൻ്റെ കൊടുത്തിരിക്കുക. അപ്പോൾ സേവിയർ CCTV ദൃശ്യങ്ങളിലെ പെൺകുട്ടിയെ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ സേവിയർ ആ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ക്രോസ് മാച്ചൊക്കെ ചെയ്ത് നോക്കിക്കഴിയുമ്പം ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് കിട്ടുകയാണ്. പേര്, അഡ്രസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടുകയാണ്. അതുപോലെ നവ്യ ആരെയാണ് വിളിച്ചത് എന്നുള്ള കാര്യം നോക്കുമ്പോഴേക്കും നവ്യ വിളിച്ചിരിക്കുന്നത് ഈ പെൺകുട്ടിയാണ്. ഈ അഡ്രസ്സിലുള്ള സെയിം പെൺകുട്ടിയെ തന്നെയാണ് നവ്യ വിളിച്ചിരിക്കുന്നത് എന്നുള്ള ആ ഞെട്ടിക്കുന്ന രഹസ്യം കൂടി അറിയാണ് സേവിയർ ഉടനെ തന്നെ ആദർശിനെ വിളിക്കുക. അപ്പോൾ ഉടനെ തന്നെ ആദർശൻ നയനി ഓടി അവിടെ എത്തുന്നുണ്ട്. എത്തിക്കഴിയുമ്പോഴേക്കും സേവിയർ പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ അറിയാൻ പോകുന്ന ഒരു ഞെട്ടിക്കുന്ന രഹസ്യമാണ്. വേറൊന്നുമല്ല, നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾ തന്നെയാണ് ഈ അനഘയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അറിയാൻ ആ പെൺകുട്ടിയെ പറഞ്ഞു വിടുന്നത്. മാത്രമല്ല, അന്ന് നമുക്ക് വിവരങ്ങളൊക്കെ തന്ന പെൺകുട്ടിയും ഇത് തന്നെയാണെന്ന് പറയുകയാണ്. അപ്പോൾ ആദർശനും നയനിക്കും ആദ്യം കാര്യങ്ങളൊന്നും പിടികിട്ടുന്നില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. എന്നിട്ട് ചോദിക്കുക, അതെന്താ സേവിയർ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞങ്ങൾ കൊണ്ട് തന്നത് നവ്യേച്ചിയുടെ നമ്പറാണ്. നവ്യേച്ചി കഴിഞ്ഞ കോൾ ആരെയാണ് വിളിച്ചതെന്നും ഏത് നമ്പറിലേക്കാണെന്നും അറിയാൻ വേണ്ടിയിട്ടാണ് കൊണ്ടു തന്നത്. അത് കണ്ടുപിടിച്ചോന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സേവിയർ പറയാണ്, നിങ്ങളൊന്ന് ക്ഷമിക്കുക, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. നിങ്ങളുടെ നവ്യേച്ചി വിളിച്ചിരിക്കുന്ന നമ്പർ ഈ പെൺകുട്ടിയുടെ നമ്പർ തന്നെയാണെന്നേ എന്ന് പറയുമ്പം അത്ഭുതപ്പെട്ടു പോവുക. അപ്പോഴേക്കും എന്താ ഒന്നുകൂടി വ്യക്തമാക്കുമെന്ന് ആദർശ് പറയാം. അപ്പോൾ സേവിയർ പറയുന്നുണ്ട്, അന്ന് അവിടെ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന പെൺകുട്ടിയെ ക്രോസ് മാച്ച് ചെയ്ത് ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ഫോട്ടോ വെച്ച് നോക്കുമ്പോൾ കിട്ടുന്ന അഡ്രസ്സ് ഇതാണെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ അഡ്രസ്സ് കാണിച്ചു കൊടുക്കുകയാണ്.
അങ്ങനെ ആ അഡ്രസ്സ് നോക്കുക. അപ്പം ആ അഡ്രസ്സിൽ ഉള്ളയാളെ ഫോട്ടോയൊക്കെ ആകുമ്പം ഇത് തന്നെയാണെന്ന് പറയണം. ഈ പെൺകുട്ടി ഉപയോഗിക്കുന്ന ഫോൺ നമ്പറിലേക്കാണ് ആ നവ്യ വിളിച്ചിരിക്കുന്നതും എന്ന് പറയുക. അപ്പോഴേക്കും ഞെട്ടിപ്പോവാണ് ആദർശും നയനയും കൂടെ. എന്ത്, നവ്യേച്ചി അപ്പം ഈ പെൺകുട്ടിയെ വിളിച്ചതല്ലേ? അപ്പം സംശയിക്കേണ്ട കാര്യമില്ല, നവ്യേച്ചി തന്നെയായിരിക്കും ഈ പെൺകുട്ടിയെ പറഞ്ഞു വിടുന്നത്. അനഘയുടെ റൂമിൽ വഴിതെറ്റി കയറിയതൊന്നും ആയിരിക്കില്ല. അനഘയുടെ റൂമിലേക്ക് തന്നെ കയറിയതായിരിക്കും. നവ്യേച്ചിക്ക് എന്തോ ഗൂഢമായ ലക്ഷ്യമുണ്ട്. അതുകൊണ്ടല്ലേ നവ്യേച്ചി ഇങ്ങനെ ചെയ്യുന്നത്? ചിലപ്പം അഭി പറഞ്ഞ് ചെയ്യിക്കുന്നതായിരിക്കും ഇനി അനഘ എങ്ങാനും അപായപ്പെടുത്താൻ എന്നൊക്കെ നയന പറയാം. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, ശരിയാ, അഭിക്ക് നേരിട്ട് വന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നവ്യ വഴി എന്തെങ്കിലും ചെയ്യാനുള്ള പുറപ്പാടായിരിക്കും. അങ്ങനെയാണെങ്കിൽ വെറുതെ വിടരുത് എന്ന് പറയാണ്. അപ്പോൾ സേവിയർ പറയുന്നുണ്ട്, അല്ല നിങ്ങൾ ഇത്രയ്ക്കങ്ങ് ബഹളം വയ്ക്കാതെ കുറച്ചുകൂടി ഒന്ന് ബുദ്ധി ഉപയോഗിക്കൂ. നവ്യ തന്നെയാണ് ഈ പെൺകുട്ടിയെ വിളിച്ചിരിക്കുന്നത്. ഈ പെൺകുട്ടി തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് സരോവരം ഹോസ്പിറ്റലിൽ പോകുന്നത്, അനഘയുടെ റൂമിൽ കയറുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് പറയുക. ആ, അത് തന്നെയല്ലേ സേവിയറെ ഞങ്ങളും പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ സേവിയർ പറയുക, ഇതിലൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്. ഈ പെൺകുട്ടിയുടെ നമ്പർ ഒന്ന് സൂക്ഷിച്ച് നോക്കാൻ പറഞ്ഞ ആദർശിനെ കാണിക്കുക. ആദർശ് നോക്കിക്കഴിയുമ്പോൾ ആദർശിനൊരു കുന്തവും മനസ്സിലാവുന്നില്ല. ഉടനെ തന്നെ സേവിയർ പറയാൻ, ഈ നമ്പറിൽ നിന്നാണ് ആദർശ് സാറിന് കോളുകൾ വന്നുകൊണ്ടിരുന്നത്. അന്ന് നമുക്ക് ശരിയായ വിവരങ്ങൾ തന്ന് നമ്മളെ സഹായിച്ചു കൊണ്ടിരുന്ന നമ്പർ ഇതാണ്. ആദർശ് സാറിന് പല മെസ്സേജുകളും പ്രധാനപ്പെട്ട മെസ്സേജുകളും നാഗേന്ദ്രനെ കുറിച്ചിട്ടും എൻ ജ്വല്ലറിയെ കുറിച്ചിട്ടും അബിയെ കുറിച്ചിട്ടും ഒക്കെ വന്നുകൊണ്ടിരുന്നത് ഈ നമ്പറിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ ആദർശ് പിന്നെയും ഞെട്ടുക. ആദർശ് ചോദിക്കുക, ശരിയാണല്ലോ, ഈ നമ്പറിൽ നിന്നാണ് എനിക്ക് കോള് വന്നുകൊണ്ടിരുന്നത്, മെസ്സേജ് വന്നുകൊണ്ടിരുന്നത്. അത് ഈ പെൺകുട്ടിയുടെ നമ്പർ ആയിരുന്നോ? അപ്പോൾ ഇവൾ ആരായിരിക്കും ഇത് എന്ന് ചോദിക്കുകയാണ്. അന്നേരത്തേക്ക് സേവിയർ പറയുന്നു, മാത്രമല്ല ഈ നമ്പർ നവ്യ പല പ്രാവശ്യം ഈ നമ്പറിലേക്ക് കോൾ ചെയ്തതായിട്ടും കാണുന്നുണ്ട്. നവ്യയും കോൾ ചെയ്യുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സ്ഥിരമായിട്ട്. അപ്പം നവ്യയും ഈ പെൺകുട്ടിയും തമ്മിൽ നല്ല ബന്ധമുണ്ടല്ലോ എന്ന് ആദർശിനോട് പറയാം. അപ്പോൾ ആദർശ് നയനയും പറയും, ശരിയാണ്, നവ്യേച്ചിയും ആ പെൺകുട്ടിയും തമ്മിൽ ബന്ധമുണ്ട്. അപ്പം നമുക്ക് പറഞ്ഞു തന്ന പല നിർണായക വിവരങ്ങളും ഈ നമ്പറിൽ നിന്നാണ് എന്ന് പറയാണ്. അന്ന് സ്വർണമായിട്ട് പോയ വണ്ടി പോലീസ് പിടിക്കുമെന്നും നയനയെ അറസ്റ്റ് ചെയ്യുമെന്നും ഒക്കെ ഉള്ള വിവരങ്ങളും, അതുപോലെ തന്നെ ആ സ്വർണം ജ്വല്ലറിക്കാർ കള്ളസ്വർണം അയച്ചതാണ് എന്നുള്ള വിവരങ്ങൾ വരെ നമുക്ക് നൽകിയ നമ്പർ ഇതാണ് എന്ന് പറയാം. അതുപോലെ തന്നെ ആദർശ് പറയുക, ശരിയാ, ഈ നമ്പർ തന്നെയാണ് മാളവികയെ നാഗേന്ദ്രൻ തട്ടിക്കൊണ്ടുപോയി എന്ന് വിവരം അറിയിച്ചതും എന്ന് പറയാണ്. സേവിയർ പറയുന്നുണ്ട്, ഈ നമ്പർ അപ്പം നമുക്ക് ഉപദ്രവകാരിയൊന്നുമല്ല. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ആ പെൺകുട്ടി അനഘയെ കാണാൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അനഘയെ ഉപദ്രവിക്കാനോ മറ്റൊരു കാര്യത്തിനോ ആയിരിക്കില്ല. ആ പെൺകുട്ടിയുടെ ലക്ഷ്യം വേറെ എന്തെങ്കിലും ആയിരിക്കും, അല്ലാതെ അനഘയെ ഉപദ്രവിക്കലായിരിക്കില്ല എന്ന് പറയാണ്. അല്ല, ഇത്രയും നിർണായക വിവരങ്ങൾ തന്ന നമ്പർ തന്നെ, അപ്പം ഇതിൽ ഇവർ എന്തൊക്കെയോ ഒളിച്ചുകളി നടത്തുന്നുണ്ടല്ലോ സേവിയറേന്ന് ആദർശ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സേവിയർ പറയാം, തീർച്ചയായിട്ടും ഒളിച്ചുകളി നടത്തുന്നുണ്ട്, അതിൽ നിങ്ങളുടെ നവ്യേച്ചിയും ഉൾപ്പെടുന്നുണ്ട് എന്ന് പറയുക. അപ്പം നയന പറയാം, നവ്യേച്ചി എങ്ങനെ ഇതിലൊക്കെ ഉൾപ്പെടുന്നത്? അന്ന് ആ വിവരങ്ങളൊക്കെ നമുക്ക് പോസിറ്റീവായിട്ടല്ലേ വന്നത്? അപ്പോൾ സേവിയർ പറയുന്നുണ്ട്, തീർച്ചയായും നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു വിവരങ്ങൾ തന്ന അവർ നമ്മളെ ഒരിക്കലും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരല്ല, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് എന്ന് പറയാം. അപ്പം നവ്യയും ഈ പെൺകുട്ടിയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ കാണുമല്ലോ എന്ന് പറയുമ്പോൾ സേവിയർ പറയുന്നുണ്ട്, ഉണ്ട്, കണക്ഷൻ ഉള്ളതുകൊണ്ടാണല്ലോ അവർ സ്ഥിരം വിളിക്കുകയും സംസാരിക്കുകയും ഒരു പരിചയമില്ലാത്ത ഒരു പെൺകുട്ടി പല വിവരങ്ങളും നിങ്ങളെ അറിയിക്കുകയും ചെയ്തതെന്ന് പറയുമ്പം ആദർശ് ചോദിക്കുക, ഒന്നും അങ്ങ് ശരിയാവുന്നില്ലല്ലോ, നവ്യ ഞങ്ങളുടെ ശത്രുപക്ഷത്താണല്ലോ നിന്നത്. നവ്യ ജ്വല്ലറിയുടെ മോഡലായിട്ട് നിൽക്കുന്ന സമയമായിരുന്നത്, അഭിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സമയം. ആ സമയത്ത് ഒരിക്കലും അഭിക്കും ജ്വല്ലറിക്കും എതിരെ ഒരു തെളിവുകളും നവ്യ തരാൻ സാധ്യതയില്ല. മാത്രമല്ല എന്നോടും നയനയോടും ഒക്കെ ആ സമയത്ത് നവ്യയ്ക്ക് നല്ല ദേഷ്യമായിരുന്നു. നവ്യ എങ്ങനെയും അഭിയെയും അപ്പച്ചിയെയും ഒക്കെ സംരക്ഷിക്കാൻ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ ഒരു കാര്യം ചെയ്യുമോ, അതും ഒരു ഫ്രണ്ട് വഴി എന്നൊക്കെ ചോദിക്കുമ്പം സേവിയർ പറയാണ്, അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നവ്യയുടെ മനസ്സിൽ നന്മയുണ്ടാവും, പക്ഷേ നിങ്ങളത് അറിയരുതെന്നുള്ള നിർബന്ധം ഉണ്ടാവും. ഇപ്പോൾ മനസ്സിലായോ ആദർശ് സാറിന്? നവ്യ ഏകദേശം ഒരു നാടകം കളിക്കുമായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി എന്ന് പറയാണ്. അപ്പോൾ പിന്നെ അന്തം വിട്ടിരിക്കുക ഇവർ. അപ്പോഴേ സേവിയർ പറയാം, ശരിക്കും നവ്യയ്ക്ക് നിങ്ങളോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു, നിങ്ങളെ പല കാര്യങ്ങളും അറിയിക്കണമെന്നും അപകടത്തിൽ നിന്ന് രക്ഷിക്കണമെന്നും നവ്യയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നേരിട്ട് വന്ന് ചെയ്താൽ ആ നാടകം പൊളിയുമല്ലോ. സത്യങ്ങളൊക്കെ അഭിയും നാഗേന്ദ്രനും ജ്വല്ലറിയിലെ ആളുകളും ഒക്കെ അറിയും എന്നുള്ളത് കൊണ്ട് തന്നെ നവ്യ ആ വിവരം പുറത്തറിയിക്കാൻ ആഗ്രഹിച്ചില്ല. അഭിയോടൊപ്പം നവ്യ നിന്ന സമയത്തും നിങ്ങളോടായിരുന്നു കൂറ എന്ന് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ടായിരിക്കണം മറ്റൊരു ഫ്രണ്ട് വഴി ഈ വിവരങ്ങളെല്ലാം നിങ്ങളെ അറിയിച്ചത്, അത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ നവ്യ ജ്വല്ലറിയിലെ ഒരു ചാരപ്പണി തന്നെയാണ് ചെയ്തത്. നമുക്ക് വേണ്ടിയിട്ട് ജ്വല്ലറിയിൽ നിന്ന് വിവരങ്ങൾ ചോർത്തി തന്നുകൊണ്ടിരുന്ന ഒരു നല്ല വ്യക്തിത്വമാണ് നവ്യ.
അപ്പം ഈ വിജയത്തിന് പിന്നിൽ നവ്യ തന്നെയാണെന്ന് നമുക്ക് പറയാം. നാഗേന്ദ്രനെ കണ്ടെത്തുകയും കള്ളത്തരങ്ങൾ മുഴുവൻ പൊളിക്കുകയും ചെയ്യാൻ നമ്മളെ സഹായിച്ചത് മറ്റാരുമല്ല, നവ്യ തന്നെയാണ്. അത് തീർച്ചയാണെന്ന് സേവ്യർ ഉറപ്പിച്ച് പറയുമ്പം ആദർശം നയനയും ഞെട്ടുന്നുണ്ട്. എന്നിട്ട് അവർ പരസ്പരം പറയാണ്, നവ്യേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ് നയന. അപ്പം ആദർശ് പറയുന്നുണ്ട്, ചിലപ്പം സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും നവ്യ. അബിയുടെ കുഞ്ഞാണ് ചന്തുമോള് എന്നുള്ള കാര്യം നവ്യ അറിഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം അത് പുറത്ത് പറയാതെ നമ്മളെ സഹായിക്കുകയാണ് ചെയ്തത്. അബിയുടെ കള്ളത്തരങ്ങൾ ഒരുപാട് പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്നും മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ വിഷമിക്കുക എന്താ എന്നും ഒക്കെ ഉള്ള തീരുമാനം കൊണ്ടായിരിക്കും നവ്യ അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പം നയന പറയാം, ഒരിക്കലും നവ്യേച്ചി അങ്ങനെ വിചാരിക്കുകയല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടൊന്ന് മുറിരണ്ട് എന്നുള്ള സ്വഭാവമാണ് നവ്യേച്ചിക്ക്. മറ്റാരെങ്കിലും വിഷമിച്ചാലോ സങ്കടപ്പെട്ടാലോ എന്നൊന്നും ഉള്ള ചിന്തയില്ല എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ മാറിയിട്ടുണ്ടാവുന്നേ. അബിയോട് അവൾക്ക് നല്ല രീതിയിൽ പരിഭവം കാണും. അതുപോലെ തന്നെ അബിയോട് പകരം വീട്ടണം എന്നുള്ള ചിന്തയും കാണും. ചിലപ്പം നനകയെ കൂടി ഉൾപ്പെടുത്തി ആ കാര്യം ചെയ്യാൻ വേണ്ടിയായിരിക്കും അവൾ ശ്രമിക്കുന്നത് എന്ന് പറയാം. അപ്പം നയന പറയുന്നുണ്ട്, ആദർശേട്ടാ ഇപ്പം നമ്മളിത് അറിഞ്ഞെന്നുള്ള വിവരമൊന്നും നവ്യേച്ചി അറിയണ്ട. കാരണം നവ്യേച്ചി ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നവ്യേച്ചി അനഘയുടെ അടുത്ത് പോകുന്നുണ്ടോ എന്ന് നമുക്കറിയണം. അതുപോലെ അനഘയുടെ ഈ അവസ്ഥയിൽ നിന്ന് അനഘയ്ക്ക് പുരോഗതി ഉണ്ടാവണം, സംസാരിക്കാനൊക്കെ തുടങ്ങട്ടെ. അതിനുശേഷം നവ്യേച്ചി എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. തൽക്കാലം ഇത് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞാൽ അവർ തീരുമാനം എടുക്കുക. അത് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പം നവ്യ അവിടെയുണ്ട്, ദേവയാനിയുണ്ട്. അപ്പോൾ ദേവയാനിയോട് പോലും ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ദേവയാനി ചെല്ലുമ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ സരോവര ഹോസ്പിറ്റലിൽ പോയി അനഘയെ കണ്ടിരുന്നല്ലോ അല്ലേ, ചന്തുമോൾ എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുക. അപ്പോൾ ചന്തുമോൾ നന്നായിട്ടിരിക്കുന്നു. ചന്തുമോൾക്ക് നല്ല സന്തോഷമാണ്. കാരണം അമ്മ നടക്കാനൊക്കെ തുടങ്ങി എന്നൊക്കെ ഉള്ള ഒരു ഇത് കേട്ടത് കാരണം സന്തോഷമുണ്ട് എന്നുള്ളതൊക്കെ അറിയിക്കുക. ഇത് നവ്യ കേൾക്കുന്നുണ്ട്. നവ്യ ഉടനെ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ചന്തുമോളുടെ അമ്മ എണീറ്റ് നടക്കാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, തുടങ്ങി. അനഘയ്ക്ക് നല്ല മാറ്റമുണ്ട്. അനഘ എണീറ്റ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്, സംസാരിക്കാനായിട്ട് ആയിട്ടില്ല എന്ന് പറയാം. അപ്പോൾ ചന്തുമോളിൽ അവിടെയാണല്ലോ അല്ലേ, കൊച്ചിനെ കൊണ്ട് അവിടെ തള്ളിയിരിക്കുക. ഇനിയിപ്പം പിതൃത്വത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകും. അനഘ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ എല്ലാവരുടെ മുമ്പിൽ സത്യങ്ങളൊക്കെ അങ്ങ് വിളിച്ചു പറയുമല്ലോ, കൊച്ചിൻ്റെ അച്ഛൻ ആരാണെന്ന്. അബിയാണെന്നുള്ള കള്ളത്തരത്തിന് വലിയ ആയുസൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറയാ നവ്യ. അപ്പം നയനയും പറയാം, ശരിയാ, അനഘയൊന്ന് സംസാരിച്ച് തുടങ്ങട്ടെ, എന്നിട്ട് വേണം അനഘയെ കൊണ്ട് എല്ലാ സത്യങ്ങളും പറയിപ്പിക്കാൻ. ഇവിടെ ചിലരൊക്കെ ചില ഒളിച്ചുകളി നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നല്ല സംശയമുണ്ട്. എന്തായാലും മാളത്തിൽ കയറി ഇരിക്കുന്നവരൊക്കെ അപ്പം പുറത്ത് ചാടും. അബി നിക്കക്കൊള്ളിയില്ലാതെ ഇതുവഴി ഓടുന്നത് കാണാൻ പറ്റും എന്ന് പറയാം. അപ്പം നവ്യ പറയാം, അബി എന്തിനാ നിക്കക്കൊള്ളിയില്ലാതെ ഓടുന്നത്, അവനൊരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ആദർശൻ അതിനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അമ്പടി പെരുങ്കള്ളി എല്ലാ കാര്യത്തിലും ഞങ്ങളെ സഹായിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നു, അധികം ആയുസൊന്നുമില്ല ഇതിന് എന്ന് പറയാണ്. അങ്ങനെ നവ്യ തന്നെയാണോ ഇതെന്ന് ഇവർക്ക് പിന്നെയും സംശയം വരിക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നവ്യ അനഘയെ കാണാൻ പോകാൻ തീരുമാനിച്ചിരിക്കുക. നവ്യയുടെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചതിന് ശേഷം അനഘയെ പോയി കാണുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലുക. അനഘയെ കണ്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അനഘയോട് നവ്യ പറയുന്നുണ്ട്, അനഘ ഞാൻ അബിയുടെ ഭാര്യയാണ്, നവ്യാണെന്ന് പറയുമ്പോൾ അനഘ തലയാട്ടാണ്. അനഘയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, നിന്നെ കാണാൻ വരണം എന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടാണ് ഇവിടെ വന്ന് കണ്ടുകൊണ്ടിരുന്നതും സംസാരിച്ചുകൊണ്ടിരുന്നതും, അവൾ നിന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്ന് ചോദിക്കുമ്പോഴും അനഘ തലയാട്ടുന്നുണ്ട്. അപ്പോൾ പറയാണ്, ഞാൻ നിന്നെ വന്ന് കണ്ടത് മറ്റൊന്നും കൊണ്ടല്ല, എന്താന്ന് വെച്ചാൽ അബിയാണ് ഈ തെറ്റ് ചെയ്തതെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ പാവം ആദർശേട്ടൻ്റെ തലയിൽ ഇതൊക്കെ ആകുകയും ചെയ്തു. നീ സംസാരിക്കാൻ കൂടി തുടങ്ങിയിട്ട് വേണം അബിയെക്കുറിച്ചുള്ള സത്യങ്ങൾ വെളിപ്പെടുത്താൻ. അങ്ങനെ ഇങ്ങനെ ഒരു ദുഷ്ടത്തരം ചെയ്ത അബി വെറുതെ ഇങ്ങനെ നടക്കാൻ പാടില്ല. അവൻ അനുഭവിക്കേണ്ട ശിക്ഷ അവന് കിട്ടുക തന്നെ ചെയ്യണം എന്ന് പറയണം. ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ അപായപ്പെടുത്താൻ അവൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത്. എനിക്ക് അബിക്ക് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം എന്നൊക്കെ പറയുമ്പം അനഘയുടെ ഈ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത് CCTVയിലൊക്കെ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ, അത് നവ്യ വരുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അപ്പം നവ്യ പോയി കഴിയുമ്പോൾ ഡോക്ടറിനൊരു സംശയം തോന്നുകയാണ്, ഈ പെൺകുട്ടി ഏതാണ്, എന്താ സംസാരിച്ചതെന്ന് അറിയില്ല, കുറച്ചൊക്കെ ടെൻഷൻ അടിച്ചിട്ടാണ് തന്നെ പോയിരിക്കുന്നതും. അങ്ങനെ ഡോക്ടർ ആദർശിനെ വിളിക്കുകയാണ്, നയനയും വിളിക്കുകയാണ്. എന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ട്, ഒന്ന് അത്യാവശ്യമായിട്ട് വരണം, ഒരു പെൺകുട്ടി അനഘയെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയോ സംസാരിക്കുകയും ചെയ്തിട്ടാണ് പോയത് എന്ന് പറഞ്ഞു. അപ്പം എന്തിനാണ് നിങ്ങൾ ആ പെൺകുട്ടി അകത്ത് കയറ്റിയത് എന്ന് ആദർശ് ചോദിക്കുന്നുണ്ട്. അത് അനന്തപുരിയിലെ മരുമകളാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്, പക്ഷെ ഞങ്ങൾക്കൊരു സംശയമുണ്ട്, ഈ പെൺകുട്ടിയെ നിങ്ങൾക്ക് അറിയാമോ എന്ന് വന്ന് നോക്കാൻ പറയാണ്.
അങ്ങനെ വരുവാണ് ആദർശ്. വന്നു കഴിയുമ്പം ഡോക്ടർ ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നവ്യയും അനഘയും കൂടി സംസാരിക്കുന്ന വീഡിയോ. വളരെ വികാരാധീനമായിട്ട് നവ്യ കരയുന്നുണ്ട്, അനഘയുടെ കയ്യിൽ പിടിച്ച് സംസാരിക്കുന്നുണ്ട്, അനഘ കരയുന്നുണ്ട്. ആദർശ് ഞെട്ടിപ്പോവാണ്. അപ്പം നവ്യേച്ചി തന്നെയായിരുന്നു ഇതിൻ്റെയൊക്കെ പിറകിൽ. എല്ലാ സത്യങ്ങളും നവ്യേച്ചി നേരത്തെ തന്നെ അറിഞ്ഞതാണ് എന്ന് ആദർശും നയനയും മനസ്സിലാക്കുകയാണ്. നവ്യ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് നമ്മളെ എല്ലാ കാര്യത്തിലും സഹായിക്കുകയായിരുന്നല്ലോ എന്നുള്ള കാര്യങ്ങളും അറിയാണ് കേട്ടോ. അങ്ങനെ അനഘയെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിച്ചത് നവ്യയാണെന്നുള്ള സത്യം ആദർശ നയനിയൊക്കെ അങ്ങ് തിരിച്ചറിയാണ്. നല്ല അടിപൊളി എപ്പിസോഡുകൾ, ട്വിസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്